ಥ್ರೋಟ್ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲಿಗೂ ಹೋಗ್ಬೇಕಾಗಿಲ್ಲ. ಸರ್ ಕಂಟಿನ್ಯೂ. ಇದು ENT ಸ್ಪೆಷಲಿಸ್ಟ್ ಹತ್ರ ಹೋಗ್ಬೇಕಾಗಿಲ್ಲ, ಯಾಕಂದ್ರೆ ENT ಅಲ್ಲಿ ಏನ್ ಮಾಡ್ತಾರೆ ಅದೆಲ್ಲ ಇದ್ರೊಳಗೇನೆ ಮಾಡ್ಬೋದು. ತೋರಿಸ್ಕೊಡ್ತೀನಿ. ಇದೊಂದು ಸ್ಮಾಲ್ ಆಪರೇಟರ್ಸ್ ಇದೆ, ಲೇಸರ್ ಥೆರಪಿದು. ലേസർ തെറാപ്പിದು ಹೇಳ್ಕೊಡ್ತೀನಿ. ഓക്കെ, ഇപ്പൊ ലേസർ തെറാപ്പിന്റെ ബെനിഫിറ്റ്സ് ആണ് സാർ പറയാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് നമുക്ക് ENT സംബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ഡോക്ടർ ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകാണ്ട് തന്നെ നമ്മുടെ ഈ ഡിവൈസ് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നാണ് സാർ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, സാർ കാണിക്കുന്ന ആ വയർ നമ്മുടെ ലേസറിന്റെ വയർ ആ സോക്കറ്റാണ് കാണിക്കുന്നത്. യെസ്, ಇದೊಂದು ನಾಬ್ ಇದೆ. ಈ ನಾಬು ಲೇಸರಿಗೆ ಮಾತ್ರ, ಮಧ್ಯದ್ದು ಚಾರ್ಜಿಂಗ್. ಇದನ್ನ ನಾವು ಯೂಸ್ ಮಾಡೋದಿಲ್ಲ, ಕೆಳಗಡೆ ಸ್ಟ್ಯಾಂಡ್ ಇರುತ್ತೆ. ಈ ಸ್ಟ್ಯಾಂಡ್ ಅಲ್ಲೇ ಚಾರ್ಜಿಂಗ್ ಇರೋದ್ರಿಂದ ನಾವು ಇದನ್ನ ಯೂಸ್ ಮಾಡಲ್ಲ. ಸೊ ಈ ಕಡೆ ಇರೋದು ಮಿಕ್ಕಿದ ಎಲ್ಲಾ ನಮ್ಮ ಟ್ರೀಟ್ಮೆಂಟ್ಗೂ ಥೆರಪಿಗೂ ಇದನ್ನು ಯೂಸ್ ಮಾಡೋದು. ಇದು ಓನ್ಲಿ ಫಾರ್ ಲೇಸರ್. ಸೊ ಅದನ್ನ ಹಾಕ್ತೀನಿ. ഫസ്റ്റ് നോബ് ആണ്, ഫസ്റ്റ് സോക്കറ്റ് ആണ് ലേസറിന്റെ ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിൽ ആക്ച്വലി വേറെ ഒരു ഇതിലും അത് സോക്കറ്റ് ഇടാൻ സാധിക്കില്ല. അവർ ഡിഫറെന്റ് ഷേപ്പിലാണ് ഉള്ളത്. സെൻട്രലത്തെ ചാർജർ, ഇങ്ങേറ്റത്ത് ടെൻസ് തെറാപ്പി, മറ്റെല്ലാ തെറാപ്പി അതിനകത്താണ് ഉപയോഗിക്കുന്നത്. യെസ് സർ. ಓಕೆ, ಸೊ ಈಗ ಲಾಂಗ್ ಪ್ರೆಸ್ ಮಾಡಬೇಕು, ಆನ್ ಆಗುತ್ತೆ. ಈಗ ಇದು ಲೇಸರ್ ಆನ್ ಮಾಡ್ತೀನಿ. ಆನ್ ಆಗಿಲ್ಲ, ಇನ್ನೊಂದ್ಸರಿ. ಸೊ ಈಗ ಆನ್ ಆಯ್ತು. 3 times ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಆನ್ ಆಗುತ್ತೆ. ಸೊ ಇದು ಥೈರಾಯ್ಡ್ ಇದ್ರೆ ആ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ലേസർ തെറാപ്പി എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഓൺ ആവും. സെക്കൻഡ് ടൈം പ്രസ് ചെയ്താൽ ബ്ലിങ്ക് ആവും. സോ തേർഡ് ടൈം പ്രസ് ചെയ്യുമ്പോൾ അത് കത്തി നിൽക്കും. അത് കത്തി നിന്നതിന് ശേഷമാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്. ಥೈರಾಯ್ಡ್ ಆದ್ರೆ ಇಲ್ಲೆಲ್ಲ ಬಿಟ್ಕೋಬೇಕು. ಒಂದು 20 minutes ಅದ್ರದ್ದು ಮೆಡಿಸಿನ್ ಎಲ್ಲ ಕಮ್ಮಿ ಆಗ್ತಾ ಬರುತ್ತೆ, ಮೆಡಿಸಿನ್ ಡೋಸಸ್. ಆಮೇಲೆ ಕಾಫ್ ಇದ್ರೆ ಎಸ್ಪೆಷಲಿ ಒಂದು ಹೇಳಿದ್ಮೇಲೆ ಸ್ಟಾಪ್ ಮಾಡಿ, ನಾನು ಹೇಳಿದ್ಮೇಲೆ. ഓക്കെ, തൈറോയ്ഡ്. സോ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് സാർ ഇപ്പൊ കാണിച്ച പൊസിഷനിൽ അതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ള സ്ഥലം. അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വൈകുന്നേരം ഒരു 15 minutes നമ്മൾ ഈ ലേസർ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ആവുന്നതും ആ തൈറോയ്ഡ് നിങ്ങൾ എടുക്കുന്ന മരുന്നിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. യെസ് സർ. ಇದು 660 ನ್ಯಾನೋಮೀಟರ್ ಅಲ್ಲಿ ಮಾಡಿರೋದ್ರಿಂದ ಯಾವುದೇ ಒಂದು ಸೈಡ್ ಎಫೆಕ್ಟ್ ಇಲ್ಲ. ಸೈಂಟಿಸ್ಟ್ ಸೇರಿ ಮಾಡಿದ್ದಾರೆ. ಯಾಕಂದ್ರೆ ಲೇಸರ್ ಅಂದ್ರೆ ತುಂಬಾ ಜನ ಡೇಂಜರ್ ಆಗಿ ಅಂತಾರೆ. ಇದೇನಾಗೋದಿಲ್ಲ, ಸೈಡ್ ಎಫೆಕ್ಟ್ ಇಲ್ಲ, എക്സ്റ്റർണൽ. ಹೇಳಿ ಸರ್. ഓക്കെ, ഇത് 650 നാനോമീറ്ററിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലേസർ റേസ് ആണ്. 650 നാനോമീറ്റർ. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഹ്യൂമൻ ബോഡിക്ക് ഹാനികരമല്ല, ഹാംഫുൾ അല്ല. ഇപ്പൊ ലേസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കും. നമ്മൾ സാധാരണ ഈ ലേസർ കണ്ണിലടിക്കരുത്, ശരീരത്തടിക്കരുത്, ഭയങ്കര പ്രോബ്ലമാന്ന് പറയും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല. ഇത് മെഡിക്കൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലേസർ റേ ആണ്. നിങ്ങൾക്കറിയാം, ഇന്ന് പല അസുഖങ്ങൾക്കും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ ആ കാറ്റഗറിയിൽപ്പെട്ട ലേസർ റേസ് ആണ്. ಸೊ ಈಗ ಕರೋನಾ ಟೈಮಲ್ಲೆಲ್ಲ ಕಾಫ್ ಬರುತ್ತೆ, ಬೇರೆ ಟೈಮಲ್ಲೂ ಕಾಫ್ ಬರುತ್ತೆ. ಈ ಪಾಯಿಂಟ್ ಅಲ್ಲಿ ಕಾಫ್ ಸ್ಟಾರ್ಟ್ ಆಗೋದು. ಸೊ ಇಲ್ಲಿ ಇಟ್ಕೊಂಡ್ಬಿಟ್ರೆ ಒಂದು 20 minutes ಇಲ್ಲಿ ಇಟ್ಕೊಂಡ್ರೆ 20 minutes ಅಲ್ಲಿ ಕಾಫ್ ಸ್ಪಾಟ್ ಅಲ್ಲೇ ವಾಸಿ ಆಗಿರೋದು. ನಮ್ಮ ಮಿಸ್ಸಸ್ಗೆನೆ ವಾಸಿ ಆಗಿದೆ. ಸೊ ಈಗ ಒಂದು 3 months ಬ್ಯಾಕ್ ಕಾಫ್ ಆಗಿತ್ತು ನೈಟ್ 12 o'clock. ಸೊ ಈಗ ಇಟ್ಕೊಳಕ್ ಹೇಳಿದೆ. 20 minutes ಅಲ್ಲಿ ಸ್ಟಾಪ್ ಆಗಿ ಚೆನ್ನಾಗಿ ನಿದ್ದೆ ಮಾಡಿದಾಳೆ. ಬೆಳಿಗ್ಗೆ ಶಿ ವಾಸ್ ಆಲ್ ರೈಟ್. ಹೇಳಿ ಸರ್. ഓക്കെ, നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, എന്തെങ്കിലും ചുമ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ, ഇപ്പം നേരത്തെ നമ്മൾ ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര കാര്യമാക്കാറില്ലായിരുന്നു. ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പേടിയാണ് എല്ലാവർക്കും. ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് ആദ്യം കൊറോണയുടെ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളെ പേടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻ, നിങ്ങൾ പുറത്തൊക്കെ ആയിട്ട് എനി കൈൻഡ് ഓഫ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സാർ ഇപ്പൊ കാണിച്ച ആ സ്ഥലത്ത് തൊണ്ടഭാഗത്തായിട്ട് ആ ലേസർ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഒരു 10 to 20 minutes വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അത് ഇല്ലാണ്ടാവുന്നത് കാണാൻ സാധിക്കും. അത് നമ്മൾ ഓൾറെഡി മേടിച്ചവർ പല ആൾക്കാരും അതിന്റെ റിസൾട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ മിസ്സസിന് തന്നെ ഒരു പ്രാവശ്യം അങ്ങനെ പെട്ടെന്ന് രാത്രിയിലായിട്ട് വെച്ച് 10 minute കൊണ്ട് 10-15 minute കൊണ്ട് റിസൾട്ട് കിട്ടിയതാണ് സാർ പറയുന്നത്. സോ അത് വളരെ യൂസ്ഫുൾ ആണ് ത്രോട്ട് ഇൻഫെക്ഷൻ. നമ്മളത് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും ചുമ്മാ മെഷീൻ ഉള്ളവർ ഒന്ന് 10-15 minute വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. യെസ് സാർ.
ಸೊ ಕಿವಿಯಲ್ಲಿ ಒಂದು ಸೌಂಡ್ ಬರ್ತಾ ಇರುತ್ತೆ, ಟಿನಿಟಸ್ ಅಂತಾರೆ. ಆ ಥರದ್ದು ಏನಾರು ಆಗಿದ್ರೆ ಅಥವಾ ಏನಾರು ನೋವು ಇದ್ರೆ ಈ ತರ ಒಳಗಡೆ ಬಿಟ್ಬಿಡ್ಬೇಕು 20 ಮಿನಿಟ್ಸ್ ಅಲ್ಲಿ ಅದು ಹೊಸದಾದ್ರೆ ಆಲ್ಮೋಸ್ಟ್ ಕ್ಯೂರ್ ಆಗ್ಬಿಡುತ್ತೆ. ಹಳೇದಾದ್ರೆ ಫ್ಯೂ ಸಿಟ್ಟಿಂಗ್ಸ್, ಮೇ ಬಿ 2 or 3 സിറ്റിംഗ്സ് വാസിയാകിರೋ പ്രൂഫ് ತುಂಬಾ ಇದೆ. ಹೇಳಿ സർ. ഓക്കെ, ടിനിറ്റസ് എന്ന് പറഞ്ഞ ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെവിക്കകത്തൊരു മൂളിച്ച പോലെ ഉണ്ടാവും. അതിന് അലോപ്പതിയിൽ മരുന്ന് ഇല്ലെന്ന് പറയാം. ആ അസുഖമുള്ളവർക്ക്, അതുപോലെ ഹിയർ ലോസിങ്, അതായത് ജന്മനാ കേൾവി ഇല്ലാത്തവരുടെ കാര്യമല്ല പറയണേ, ഈ ചിലർക്ക് കേൾവി ശക്തി കുറഞ്ഞു വരുന്നൊരു സീനൊക്കെ ഉണ്ടാവും. അതുപോലെ ചെവിക്കകത്ത് വേദന, അതൊക്കെയുള്ള ആൾക്കാർക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ ഇത് നമ്മളെ ഒരു 20 മിനിറ്റ്സ് ചെവിക്കകത്ത് അടിച്ചു കൊടുക്കുക ലേസർ, ഒറ്റ സിറ്റിംഗിൽ തന്നെ അത് ക്ലിയർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് പഴയ കേസസ് ആണെങ്കിൽ 1, 2, 3 സിറ്റിംഗ്സ് ഒക്കെ വേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ಆಮೇಲೆ ನೋಸ್ ಅಲ್ಲಿ ರನ್ನಿಂಗ್ ನೋಸ್ ಇರ್ಬೋದು, ಇಲ್ಲ ನೋಸ್ ಬ್ಲಾಕ್ ಆಗಿರ್ಬೋದು, ಇಲ್ಲ ಸೈನಸ್ ಇರ್ಬೋದು, ಏನೇ ಒಂದು ನೋಸ್ ಪ್ರಾಬ್ಲಮ್ ಇದ್ರು ಈ ರೀತಿ ಕ್ಲಿಪ್ ಕೊಟ್ಟಿದ್ದಾರೆ, ಕ್ಲಿಪ್ ಹಾಕಿ ಬಿಟ್ಬಿಡಬೇಕು 20 ಮಿನಿಟ್ಸ್ ಅಲ್ಲಿ ಹೊಸದಾದ್ರೆ ಆಲ್ಮೋಸ್ಟ್ ಕ್ಲಿಯರ್ ಆಗ್ಬಿಡುತ್ತೆ. ಇಲ್ಲ ಒಂದು 2-3 ಸಿಟ್ಟಿಂಗ್ ಅಲ್ಲಿ ವಾಸಿಯಾಗಿರೋ ಕೇಸಸ್ ತುಂಬಾ ಇದೆ. ಮತ್ತೆ ಇದು ಒಬ್ರು ಉಪಯೋಗಿಸಿದ್ದು ಇನ್ನೊಬ್ಬ ಉಪಯೋಗಿಸ್ಬೋದು, ಕ್ಲೀನ್ ಆಗಿ ಒರೆಸ್ಬಿಟ್ಟು. ಯಾಕಂದ್ರೆ ಇದು ಯಾವುದೇ ಬ್ಯಾಕ್ಟೀರಿಯಾ ವೈರಸ್ ನ ಅಟ್ರಾಕ್ಟ್ ಮಾಡಲ್ಲ, ರಿಜೆಕ್ಟ್ ಮಾಡುತ್ತೆ. ಯಾಕಂದ್ರೆ ಒಬ್ರು ಉಪಯೋಗಿಸೋದು ಇನ್ನೊಬ್ರು ಉಪಯೋಗಿಸ್ಬೋದ ಅಂತ ಕೇಳ್ಬೋದು, ಹೇಳ್ಬಿಡಿ ಸರ್. സോ നിങ്ങൾക്ക് സൈനസ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ത്രോട്ട് മൂക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, മൂക്ക് ബ്ലോക്കേജ്, ഇല്ല റണ്ണിങ് നോസ്, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ലേസർ പെണ്ണ് ആ ക്ലിപ്പ് മൂക്കിൽ ഇട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ കേസാണെങ്കിൽ ഇമ്മീഡിയറ്റ് മാറുന്നതും, ഒത്തിരി പഴയ കേസസ് ആണെങ്കിൽ 1-2 സിറ്റിംഗ്സിൽ ക്ലിയർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് റിപ്പീറ്റഡ് ഒരാൾക്ക് ഉപയോഗിച്ച് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. സോ ഇത് ഒരിക്കലും വൈറൽസിനെ, ഫംഗസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. അതിനെ റിജക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ലേസർ ಕೆಲಸ ಆಯ್ತು. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ലേസർ ആയിട്ട് ഇത് സംബന്ധിച്ചുള്ളത്. ഇതിനെ ಬಗ್ಗೆ ಏನಾದ್ರು ಡೌಟ್ ಇದೆಯಲ್ಲ ಸರ್? ಡೌಟ್ ಎಲ್ಲ ಲಾಸ್ಟ್ ಅಲ್ಲಿ ಕೇಳಿ ಸರ್. ಅಲ್ಲ, ಅಷ್ಟೊತ್ತಿಗೆ ಇದು ಮರ್ತು ಬಿಡ್ತಾರೆ. ಕೇಳಿ ಇದ್ರದ್ದು ಮುಗಿಸ್ಬಿಟ್ಟು ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ಹೋಗೋಣ. ಸೊ ಇದು ಲಾಂಗ್ ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಆಫ್ ಆಗುತ್ತೆ. ഓക്കെ, എപ്പോഴും ആ ലോങ് പ്രസ് ചെയ്താൽ മെഷീൻ ഓഫ് ആവും. സോ ഈ ലേസറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം ಸರ್. ವೆರಿಕೋಸ್, ಓಕೆ, ಶ್ರೀಧರ್ ಸರ್ ಮೈಸೂರಿಂದ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ವೆರಿಕೋಸ್ಗೆ ಯೂಸ್ ಮಾಡಬಹುದಾ? ವೆರಿಕೋಸ್ ಬಿಗಿನಿಂಗ್ ಅಲ್ಲಿ ಇದ್ರೆ ಇದನ್ನ ಯೂಸ್ ಮಾಡಬಹುದು, ಸೈಡ್ ಅಲ್ಲೆಲ್ಲ ಟ್ರೀಟ್ ಮಾಡಬಹುದು. ಸಿವಿಯರ್ ಆದ್ರೆ ಮಾಡಕ್ಕಾಗೋದಿಲ್ಲ, ಬಿಗಿನಿಂಗ್ ಅಲ್ಲಿ ಮಾಡಬಹುದು. ಸೊ ಶ್ರೀಧರ್ ಸರ್, ಐ ಹೋಪ್ ಯು ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್, ಅರ್ಥ ಆಯ್ತು ಅನ್ಕೊಳ್ತೀವಿ. സോ വെരിക്കോസ് വെയിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ലേസർ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് സാർ പറഞ്ഞത്. ഒരുപാട് സിവിയർ കേസ് ആണെങ്കിൽ, അത് പൊട്ടി ഒലിക്കുന്ന പോലത്തെ സീൻ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതിൽ പറ്റത്തില്ല. പക്ഷേ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ലേസറിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. സോ ലേസറിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അഡ്മിറ്റ് ചെയ്യാം. ಓಕೆ, ಈಗ ಇನ್ನೊಂದು ವೈರ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಇದನ್ನ ಈಗ ರೈಟ್ ಅಲ್ಲಿ ಇರುವಂತ ಒಂದು ನಾಬ್ಗೆ ಹಾಕಬೇಕು. ഓക്കെ സാർ, അടുത്ത വയർ കണക്ട് ചെയ്യാണ് അടുത്ത സോക്കറ്റില്. ಸೊ ಆಮೇಲೆ 2 ಈ ತರ ಕೊಟ್ಟಿರ್ತಾರೆ. ಇದನ್ನ ಇಲ್ಲಿ അറ്റാച്ച് ചെയ്യാനായിട്ട് 2 പാഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോഡ് പാഡ്സ് എന്നാണ് അതിന് പറയാ, ഇലക്ട്രോഡ് പാഡ്സ്. ಸೊ ಇದನ್ನ ಈಗೆಲ್ಲ ಮೊಬೈಲ್ ಎಲ್ಲ ಫೋನ್ ಎಕ್ಸಾಂಪಲ್ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಒಂದು ಪೇನ್ ತೋರಿಸ್ತೀನಿ. ಈಗೆಲ್ಲ ಮೊಬೈಲ್ ಉಪಯೋಗಿಸೋದ್ರಿಂದ ಈಗ ಬಗ್ಗಿ ಇಲ್ಲಿ ಮೂಳೆ ನೋವು ಆಗಿರುತ್ತೆ, ನೆಕ್ ಬ್ಯಾಕಿಗೆ ಸರ್ವಿಕಲ್ ಪೇನ್ ಇರುತ್ತೆ. ಸೊ ಅವಾಗ ಏನ್ ಮಾಡಬೇಕು, ಇದನ್ನ 2 ಇದೆಯಲ್ಲ, ಇದೆರಡನ್ನು ಬೋನ್ದು ಐದರ್ ಸೈಡ್ ಆಫ್ ಬೋನ್ ಅಲ್ಲಿ ಹಾಕ್ಬಿಡ್ಬೇಕು. ಒಂದು ನಿಮಿಷ, ಇದನ್ನ ಲಾಂಗ್ ಪ್ರೆಸ್ ಮಾಡಬೇಕು, ಮಾಡಿಬಿಟ್ಟು ಟೆನ್ಸ್ ಟಚ್ ಮಾಡಬೇಕು. ಮತ್ತೆ ಎಷ್ಟು ಟಾಲರೇಟ್ ಮಾಡ್ತಾರೋ ಅಷ್ಟು ಫ್ರೀಕ್ವೆನ್ಸಿ ಇಡಬೇಕು. ಒಂಥರ ಮಸಾಜ್ ಮಾಡ್ದಂಗೆ 3-4 ಜನ മസാജ് ಮಾಡ್ದಂಗೆ ಹೇಳಿ ಸರ್. ഇപ്പൊ സാറ് കാണിച്ചത്, ഇപ്പം നിങ്ങൾക്ക് പെടലി വേദന ഉണ്ട്. സാധാരണ ഇപ്പൊ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പെടലി വേദന. കാരണം ഒരുപാട് മൊബൈൽ യൂസ് ചെയ്തും ഈ ടാബ് മൊബൈലിലാണ് ഫുൾ ടൈം, അങ്ങനെ കുഞ്ഞിന് നോക്കി കുറച്ച് കഴിയുമ്പോൾ കഴുത്തിന് വേദനയായിട്ട് അനുഭവപ്പെടാം.
അങ്ങനെയുള്ള സമയത്തിൽ എനി കൈൻഡ് ഓഫ് പെയിൻ പെഡലിക് ആണെങ്കിൽ എക്സാമ്പിൾ സാർ കാണിച്ചാണ് ആ നമ്മുടെ ഈ സെന്റർ ബോണിന്റെ രണ്ട് സൈഡിലായിട്ട് ആ പാഡ്സ് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് സാർ ഇപ്പൊ കാണിച്ച പോലെ അറ്റാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ അത് ഓൺ ആവും. അത് ടെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ടച്ച് ചെയ്യുക, അത് വീണ്ടും ഓൺ ആവും. അവിടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെന്റ് 30 വരെ പോവും, 0 to 30 ആണുള്ളത്. അത് മെല്ലെ 1, 2, 3 അങ്ങനെ റേസ് ചെയ്യുക. അത് എത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ പേഷ്യന്റിന്, അല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് അത്രയും നമുക്ക് കൂട്ടി കൊടുക്കാം. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതിന്റെ അഡ്ജസ്റ്റബിൾ ആവും നമ്മുടെ ബോഡിക്ക്. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഹൈക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് തെറാപ്പി ആയാലും മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ കട്ട് ഓഫ് ആവും. അതിനുശേഷം റിപ്പീറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ಓಕೆ. ಸೊ ಈ ತರ ಎಲ್ಲ ಬಾಡಿಲಿ ಹೇಳಿದಿರಾ ಆಲ್ರೆಡಿ, ಪೇನ್ ಇದ್ರು ಐದರ್ ಸೈಡ್ ഇതുപോലെ ബോഡിയുടെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിലും ആ പെയിൻ ഉള്ളതിന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ മുട്ടിനാണ് വേദന നോക്കുക, ഈ രണ്ട് സൈഡിൽ ഈ സൈഡിലും ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് പാച്ച് ഒട്ടിക്കാം. പിന്നെ കഴുത്ത് ഈ പെടലിക്കാണ് രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡിലായിട്ട് ആ പാഡ്സ് ഇലക്ട്രോഡ് പാഡ്സിനെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ಓಕೆ. ಸೊ ಈಗ ಆದ್ಮೇಲೆ ಇದನ್ನ ರೆಡ್ಯೂಸ್ ಮಾಡಿ 0 ತಗೊಂಬನ್ನಿ. അതിനുശേഷം സീറോയിൽ കൊണ്ടുവന്നതിന് ശേഷം ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಆಫ್ ಆಗುತ್ತೆ. ലോങ് പ്രസ് ചെയ്യുക, ഓഫ് ചെയ്യുക. ಈಗ ಸೊ ಇದರೊಳಗೆ ಎರಡು ತರ ಗ್ಲೌಸ್ ಇದೆ. ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഗ്ലൗസ് ഉണ്ട്. ഇൻസുലേഷൻ ഗ്ലൗസ്, ഇൻസുലേഷൻ ഗ്ലൗസ് ആക്കണം. അത് ആദ്യം നിങ്ങൾ ഇൻസുലേഷൻ ഗ്ലൗസ് ഇടണം. ഇനി അടുത്ത ടെൻസ് തെറാപ്പി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സാറ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളാം. ഇൻസുലേഷൻ ഗ്ലൗസ് ആദ്യം വെയർ ചെയ്യുക. ಸ್ವಲ್ಪ ನಿಧಾನಕ್ಕೆ ಹಾಕೋಬೇಕಿದು. കുറച്ച് വളരെ ശ്രദ്ധിച്ചിടണം. റിംഗ് ತೆಗೆದುಬಿಡಬೇಕು. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോതിരം അതുപോലെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് വേണം ഗ്ലൗസ് ഇത് ഉപയോഗിക്കാനായിട്ട്. ಇದು ಗಂಡಸರು ಹೆಂಗಸರು ಇಬ್ರು ಫೇಶಿಯಲ್ ಮಾಡ್ಕೋಬಹುದು. ഫേസ് കാസ്മെറ്റോളജി ಅಂತ ಇದಕ್ಕೆ. ഇതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഫേഷ്യൽ ചെയ്യാൻ സാധിക്കും. ഫേസ് കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഹൈഡ്രോതെറാപ്പി എന്നാണ് പറയാ. വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ട് ആണ്. ಆಮೇಲೆ ಇದು ಇನ್ಸುಲೇಷನ್ ಟೇಪ್ ಆಯ್ತು. ಇದು ಕಂಡಕ್ಟಿವ್ ಗ್ಲೌಸ್. ആദ്യം ഇൻസുലേറ്റീവ് ഗ്ലൗസ്, ഇപ്പം കണ്ടക്റ്റീവ് ഗ്ലൗസ് ആണ് സാർ ഇപ്പം ഇടുന്നത്. ಸೊ ಇಲ್ಲಿ ಈ ಕಂಡಕ್ಟಿವ್ ಗ್ಲೌಸ್ സ്കിൻಗೆ ടച്ച് ആകരുത്. ഓക്കെ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻസുലേറ്റീവ് ഗ്ലൗസ്, അതായത് അകത്തിടുന്ന ഗ്ലൗസ് പുറത്തേക്ക് നീണ്ടു നിൽക്കണം. ഔട്ടറിൽ വരുന്ന കണ്ടക്റ്റീവ് ഗ്ലൗസ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ಸೊ ಇದನ್ನ ಮಸಾಜ್ಗೂ ಉಪಯೋಗಿಸ್ಬೋದು, ಆಮೇಲೆ ಫೇಶಿಯಲ್ ಮಾಡ್ಬೋದು, ಈ ಹೆಡೇಕ್ ಮೈಗ್ರೇನ್ಗೂ ಉಪಯೋಗಿಸ್ಬೋದು, ಶೋಲ್ಡರ್ ಮಸಾಜ್ಗೂ ಉಪಯೋಗಿಸ್ಬೋದು, ಬಾಡಿ ಮಸಾಜ್ಗೂ ಉಪಯೋಗಿಸ್ಬೋದು, ಬ್ಯಾಕ್ ಪೇನ್ಗೂ ಉಪಯೋಗಿಸ್ಬೋದು, ಸರ್ವಿಕಲ್, ಲುಂಬಾರ್, ಸಯಾಟಿಕಾ, ಈವನ್ ಲೆಗ್ ಪೇನ್, ಕಾಫ್ ಮಸಲ್, ಎಲ್ಲೇ ಪೇನ್ ಇದ್ರು ಕೂಡ ಇದರೊಳಗೆ ಮಸಾಜ್ ಮಾಡೋದು. ಈವನ್ ಹ್ಯಾಂಡ್ ಪೇನ್ ಇದ್ರು ಕೂಡ ಇದರೊಳಗೆ ಮಸಾಜ್ ಮಾಡಬಹುದು. ಇದು ಅದಕ್ಕಿಂತ ಇನ್ಸೆಂಟಿವ್ ಜಾಸ್ತಿ ಇರುತ್ತೆ. ನೀವು ಇಷ್ಟು ಲಾಂಗ್ ಆಗಿ ಹೇಳಿದ್ರೆ ನಾನು ಅರ್ಧ ಬಿಟ್ಬಿಡ್ತೀನಿ ಸರ್. ಅಂದ್ರೆ ಇವಾಗ ಹಾಕೊಂಡಿದೀನಲ್ಲ, ಎಲೆಕ್ಟ್ರೋಪ್ಯಾಡ್ ಗಿಂತ മോർ പവർഫുൾ. ಹಾಗೆ ഈ ഇലക്ട്രോപാഡ് സിവിയർ കേസസിന് നല്ല നീ പെയിൻ ഉണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ ഒറ്റ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും. ഈ ഗ്ലൗസ് ഇട്ടിട്ടാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാം. മൈഗ്രെയിൻ ഹെഡേക്ക് 1 or 2 സിറ്റിംഗിൽ മൈഗ്രെയിൻ ഹെഡേക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ ലിംബാൾ പ്രോബ്ലം, സാറ്റിക്ക പ്രോബ്ലം, കാഫ് മസിൽ പ്രോബ്ലം, നീ പെയിൻ, ആം പെയിൻ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ഏത് ബോഡിയുടെ ഏത് ഭാഗത്തുള്ള ഏത് പെയിനും ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ ബേസിക് ടെക്നോളജി നിങ്ങൾ ഓർക്ക് ഈ ഗ്ലൗസ് ചെയ്താൽ ഇതിന്റെ ബേസിക് ടെക്നോളജി ഇതാണ്. ഇതിനകത്ത് ബയോ ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും.
ആ ബയോ ഇലക്ട്രിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും അവിടെ ഡെഡായി കിടക്കുന്ന സെൽസിനെയും നമ്മുടെ എൻറ്റയർ സർക്കുലേറ്ററി സിസ്റ്റത്തെ ആക്റ്റീവ് ചെയ്യും. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ബേസ് ഞാൻ ആദ്യമേ പറഞ്ഞു നാച്ചുറോപ്പതി ബേസ്ഡ് ആണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും. സോ ഈ സർക്കുലേറ്ററി സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആവും, നമ്മുടെ ഡെഡ് ആയി കിടക്കുന്ന സെൽസ് എല്ലാം നോർമൽ ആവും. സോ ഓട്ടോമാറ്റിക്കലി ആ ഏരിയയിലേക്ക് ഓക്സിജനും ബ്ലഡും കറക്റ്റായിട്ട് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെയിൻ ഇല്ലാണ്ടാവുന്നത് കാണാൻ സാധിക്കും. ഏതൊരു ശരീരഭാഗത്തിന് പെയിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കേജ് വരിക, സെൽസ് ഡെഡ് ആവുക, അവിടെ അൺവാണ്ടഡ് തിങ്സ് ഫോം ആവുക എന്നുള്ളതാണ്. അതിനെ ക്ലിയർ ചെയ്യുക. അതായത് ഒരു മോറി ഒരു പൈപ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു മോറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ അവിടെ ഫങ്ഷൻസ് നോർമൽ ആവുന്നത്, ആ ഒരു സിസ്റ്റം മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു മെഡിക്കൽ ഇതും ഇല്ല, വേറെ മെഡിക്കൽ റിസ്കും ഇല്ല, മറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ സാറ് ഈ ഗ്ലൗസ് ഉപയോഗിച്ച് സം പോയിന്റ്സ് കാണിച്ചു തരും. മൈഗ്രെയിൻ ഹെഡേക്ക്, ഫേഷ്യൽ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ള. യെസ് സാർ. ಸೊ ಈಗ 10 ಇಟ್ಟಿದ್ದೀನಿ, ಫ್ರೀಕ್ವೆನ್ಸಿ 1 ಇಟ್ಟಿದ್ದೀನಿ. ഓക്കെ. അതായത് സാർ ഇപ്പൊ ഗ്ലൗസ് ആ ഇലക്ട്രോഡ് പാഡ് കണക്ട് ചെയ്ത് അതേ വയറിൽ തന്നെയാണ് നമ്മൾ ഗ്ലൗസിൽ കണക്ട് ചെയ്യേണ്ടത്. സാർ ഗ്ലൗസ് തുറച്ച് സാർ കണക്ട് ആക്കിയത് വയർ ആ വയറാണ് ഗ്ലൗസിൽ സാർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഫ്രീക്വൻസി നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ നെക്കിന് മേലോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 ഇടാൻ പാടുള്ളൂ, 1 കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ಓಕೆ. ಈಗ ಇದನ್ನ ವಾಟರ್ ತಗೋತಾ ಇದ್ದೀನಿ. ഓക്കെ. ನೀರು, വെള്ളം. യെസ്. ആ ഗ്ലൗസ് നനയ്ക്കുകയാണ് ഇപ്പൊ സാർ. ഇപ്പോൾ ഗ്ലൗസ് നന്നായിട്ട് നനയ്ക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒരു കെമിക്കലോ വേറൊരു സാധനം നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗ്ലൗസ് നനയ്ക്കുക. ವೆಟ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. യെസ്. ವೆಟ್. യെಸ್ ಸರ್. ಇದು ಜಸ್ಟ್ ಫೆದರ್ ಟಚ್. ಸೊ ಇದು ಇವಾಗ ನೀವು ಹೇಳ್ತಾ ಇರೋದು ಏನಕ್ಕೆ ಸರ್? ಫೇಶಿಯಲಾ ಇಲ್ಲ ಮೈಗ್ರೇನ್ ಹೆಡ್ಡೇಕಾ? ಫೇಶಿಯಲ್ಗೂ ಇದೇ ತರನೇ, ಬಾಡಿ ಮಸಾಜ್ಗೂ ಇದೇ ತರನೇ. ಅಲ್ಲ, ಈಗ ಫೇಶಿಯಲ್ ಮಾತ್ರ ಹೇಳಿ ಸರ್. ಹಾ, ಫೇಶಿಯಲ್ ಮಾತ್ರ ಹೇಳಿ. ಸೊ ಇಲ್ಲಿ ಒಂದು പ്രൊസീജിയർ ಇದೆ, ആ പ്രൊസീജിയർ പ്രകാരನೇ ಮಾಡಬೇಕು. ഇപ്പൊ ഫേഷ്യൽ എങ്ങനെ ചെയ്യുന്നതാണ് സാർ കാണിക്കാൻ പോണേ. സാർ കാണിക്കുന്ന ഈ പ്രൊസീജിയർ പ്രകാരം തന്നെ അത് ചെയ്യണം. അപ്പോഴാണ് എഫക്ട് നമുക്ക് കൂടുതൽ കിട്ടുക. ಇದು ಸೆಲ್ಫ್ ಅಷ್ಟು ಎಫೆಕ್ಟಿವ್ ಆಗಿರಲ್ಲ, ಡೆಮೋ ಮಾಡಕ್ಕೆ ತೋರಿಸ್ತಾ ಇದ್ದೀನಿ. ജസ്റ്റ് ഡെമോ ಮಾಡಬಾರ್ದು, ಜಸ್ಟ್ ಫೆದರ್ ಟಚ್. അധികം പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒരു ഫെദർ ടച്ച് ചെയ്താൽ മതി. ಸೊ ಲೆಫ್ಟ್ ಅಲ್ಲಿ ಇರೋದು ಲೆಫ್ಟ್ ಗೆ, ರೈಟ್ ಅಲ್ಲಿ ഇರೋದು റൈറ്റ് ಗೆ. ഓക്കെ. ഇടതുവശത്തേക്ക് ഈ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് എടുത്തിട്ട് 2 സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അത് മറ്റൊരാൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്ട് ആവുക. അതിപ്പോ സാർ നമുക്ക് വേണ്ടിയിട്ട് ആ പൊസിഷൻ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇത് ടച്ച് ಮಾಡಿದಾಗ ലൈറ്റ് ആಗಿ ടിംഗ്ലിംഗ് എഫക്ട് ആಗುತ್ತೆ. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു കറണ്ട്, ഒരു ചെറിയൊരു ടിംഗ്ലിംഗ് എഫക്ട്, ഒരു തരിതരിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രസ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് ടച്ച് ആവാനേ പാടുള്ളൂ സ്കിന്നില്. ടച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യാത്ര. ಇಲ್ಲಿ ಲಾಕ್ ಆಗಬೇಕು. ഈ സൈഡിൽ നമ്മുടെ കൃതാവിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. ಲಾಕ್ ಆಗಬೇಕು. ಹೀಗೆ ಬಂದು ಇಲ್ಲಿ ಲಾಕ್ ಆಗಬೇಕು. ಸೊ ಹೀಗೆ ಇಟ್ಕೊಂಡ್ರೆ ತಲೆನೋವು, ಮೈಗ್ರೇನ್ ಕೂಡ ಹೊರಟೋಗುತ್ತೆ. ಈ ಪೊಸಿಷನ್ ಅದೊಂದು ಸರಿ ತೋರಿಸಿ ಸರ್. ಸೈಡ್ ಸ್ವಲ್ಪ ಸೈಡ್ ತಿರುಗಿ ನೀವು ನಿಮ್ಮ ತಲೆ ಸ್ವಲ್ಪ ಆ ಸೈಡ್ಗೆ. യെസ്. നോക്കുക, ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ളവർക്ക് ഈ ഒരു പൊസിഷൻ, ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ 2 സൈഡും ഒരു 2 to 3 minutes ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ഒറ്റ സിറ്റിംഗിൽ തന്നെ ക്ലിയർ ആവും, അല്ലെങ്കിൽ ഒരു 2 to 3 സിറ്റിംഗ്സ് മൈഗ്രെയിൻ ഹെഡേക്ക് ക്ലിയർ ആവുന്നതാണ്. ಸೊ 9 times ಹೀಗೆ ಮಾಡಬೇಕು. മസാജ് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 9 പ്രാവശ്യം, ഓരോ പൊസിഷനിലും 9 പ്രാവശ്യം. ഇപ്പൊ നെറ്റി 2 സൈഡിലേക്ക് 9 പ്രാവശ്യം, എഗൈൻ നെറ്റിയുടെ നടുക്കുണ്ടോ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒരു 9 പ്രാവശ്യം കൗണ്ട് ചെയ്ത് ചെയ്യണം. 9 പ്രാവശ്യം. ಆಮೇಲೆ ಐಬ್ರೋ ಈಗ ಬಂದು ಇಲ್ಲಿ ಲಾಕ್ ಆಗಬೇಕು. ಐಬ್ರೋ ಇಲ್ಲಿ ಬಂದು ಇಲ್ಲಿ ಲಾಕ್ ಆಗಬೇಕು. ಇಲ್ಲಿ ಬಂದು ಇಲ್ಲಿ 3 4. ಸಾಕು ಸರ್, ನೀವು ಒಂದೊಂದ್ ಸಾರಿ ತೋರಿಸಿ. ಯಾಕಂದ್ರೆ ನೀವು ಆಗ್ಲೇ ಫುಲ್ ಬೆಳಗಾಗ್ಬಿಟ್ಟಿದ್ದೀರಾ ಡೆಮೋ ಮಾಡಿ. സാറ് സ്ഥിരമായി ഡെമോ കാണിച്ച് ഫുള്ള് വെളുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം കാണിച്ചതെന്ന് പറയായിരുന്നു. സോ അങ്ങനെ ഓരോ പൊസിഷനിലും അതിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മള് ഈ ഫേഷ്യൽ ചെയ്യുന്ന മൂക്കില്, പിന്നെ മൂക്ക്, ಆಮೇಲೆ ಐಲಿಡ್ ಮೇಲೆ ಮಾಡಬಾರ್ದು, ಇಲ್ಲಿ ಮಾಡಬಾರ್ದು. കണ്ണുണ്ട്, ഐബോളിന്റെ മേലെ, അതായത് കണ്ണടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഐബോൾ വരുന്നതിന്റെ മേലെ ഈ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ആ ഗ്ലൗസ് ഇട്ടിട്ട് അടിഭാഗം ഇവിടെ ചെയ്യാം. ಬ್ಲ್ಯಾಕ್ ಸರ್ಕಲ್ ಇರುತ್ತೆ,
ಅದಕ್ಕೆಲ್ಲ ಈ ತರ ಮಾಡ್ಕೊಂಡ್ರೆ ಬ್ಲ್ಯಾಕ್ ಸರ್ಕಲ್ ಹೊಟ್ಟೋಗುತ್ತೆ. ಆಮೇಲೆ ಇಲ್ಲಿಂದ ಒಂದು ಹೀಗೆ ಮಾಡ್ಬೇಕು, ಓಕೆ ಈ ತರ ಈ ಇಲ್ಲಿ ಲಾಕ್ ಆಗ್ಬೇಕು. ಈ ಕಾಣುವ ಇಲ್ಲಿ ಎಲ್ಲಿಂದೆಲ್ಲ ಮಾಡಿದ್ರು ಇಲ್ಲಿ ಲಾಕ್ ಆಗ್ಬೇಕು, ರೈಟ್? ಎಸ್ ಸರ್. ಆಮೇಲೆ ಇಲ್ಲಿ ಬಂದ್ರೆ ಸ್ಟ್ರೈಟ್, ಇದೇ ತರನೇ ಬರ್ಬೇಕು. ಅದ್ರದ್ದೊಂದು ಫಿಗರ್ ಇದೆ, ಅದು ಸರ್ ಆಮೇಲೆ ಅವ್ರಿಗೆಲ್ಲರಿಗೂ ಫಾರ್ವರ್ಡ್ ಮಾಡ್ಬಿಡಿ ಸರ್. ಇದೆ ಆಲ್ರೆಡಿ ಈ ತರ ಮಾಡ್ಬೇಕು. ಆಮೇಲೆ ಇಲ್ಲಿ ಈ ತರ ಅಂದ್ಕೋಬೇಕು. താടിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം. ಆಮೇಲೆ ಇಲ್ಲಿ താടി കഴുത്ത് ಇದೇ ಆರ್ಡರ್ ಅಲ್ಲೇ ಮಾಡಬೇಕು. ಎಸ್ ಅಲ್ಲ, ಅವ್ರಿಗೆ ರಿಸಲ್ಟ್ ತೋರ್ಸಕ್ಕೆ ನಾನು 7-9 ಟೈಮ್ಸ್ ಮಾಡ್ತಿದ್ದೀನಿ ಅಷ್ಟೇ. ಅಲ್ಲ ಇರ್ಲಿ ಸರ್, ಜಸ್ಟ್ ಡೆಮೋ ಅಂತ ಹೇಳಿದ್ದೀನಿ. ಪರವಾಗಿಲ್ಲ. ಸೊ ಈ ರೀತಿ ಎಲ್ಲ ಮಾಡ್ಕೊಂಡ್ರೆ ಬ್ಲ್ಯಾಕ್ ಸರ್ಕಲ್ ಹೊಟ್ಟೋಗುತ್ತೆ, ಬ್ಲ್ಯಾಕ್ ಹೆಡ್ಸ್ ಇರುತ್ತೆ ಕಪ್ಪುಗೆ, ಅದೆಲ್ಲ ಹೊಟ್ಟೋಗುತ್ತೆ. ಬ್ಲ್ಯಾಕ್ ಮಾರ್ಕ್, ಬ್ಲ್ಯಾಕ್ ಹೆಡ್ಸ್ ಎಲ್ಲ ಹೋகும். ರಿಂಕಲ್ಸ್ ಕೂಡ ಕಮ್ಮಿ ಆಗ್ತಾ ಬರುತ್ತೆ, ರಿಂಕಲ್ಸ್ ಇದ್ರೆ. ಓಕೆ. ಸೆಲ್ಸ್ ಆಕ್ಟಿವೇಟ್ ಆಗುತ್ತೆ, ಬ್ಲಡ್ ಸರ್ಕ್ಯುಲೇಷನ್ ಚೆನ್ನಾಗ್ ಆಗೋದ್ರಿಂದ ನ್ಯಾಚುರಲ್ ಗ್ಲೋ ಬರುತ್ತೆ. ಇದು ಬೇಬಿ ಸ್ಕಿನ್ ಆಗುತ್ತೆ, ಈ ತರ ಸ್ಮೂತ್ ಆಗುತ್ತೆ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ ഏരിയയിലെ സ്കിന്ന് ബേബി സ്കിന്ന് പോലെ നമുക്ക് ആകുന്ന മൃദുലമായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. നിങ്ങൾ ഇതിന് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും നിങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ നിങ്ങൾ ഈ സാർ ഇത് ഇല്ലേ അല്ലോ ഇങ്ങോട്ട് സാർ അത് തോർച്ചു സാർ. അതുപോലെ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ, പല്ലിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ತುಂಬಾ ಜನಕ್ಕೆ ಆಗಿದೆ, ಹಲ್ಲು ನೋವು ಇರೋದು ಹೋಗಿದೆ. ಆಮೇಲೆ ಕೈ ನೋವೆಲ್ಲ ಇದ್ರೆ ಸೊ ಇದ್ರೊಳಗೆ ಮಸಾಜ್ ಮಾಡ್ಬೋದು. ಸೆಲ್ಫ್ ಅಲ್ಲ, ಬೇರೆಯವ್ರು ಮಾಡ್ಬೇಕು, ಕೆಳಗಿಂದ ಮೇಲೆ. ಸರ್ ಒಂದು ವಾರಕ್ಕೆ ಎಷ್ಟು ಸರಿ ಮಾಡಬೇಕು ಒಳ್ಳೆ ರಿಸಲ್ಟ್ಸ್ ಅಂತ ಕೇಳ್ತಾ ಇದಾರೆ ಶೀಲಾ ಮೇಡಮ್. ದಿವಸಕ್ಕೆ 2 ಸಲ. ಒಂದು ನಿಮಿಷ മേഡം, എന്തിനാണ് ഉദ്ദേശിച്ചതെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കും. ಲೇಸರ್ ಆನೆ ಡೈಲಿ ചെയ്യാം, ಡೈಲಿ ಒಂದ್ಸರಿ ಮಾಡಬಹುದಲ್ಲ ಸರ್? ಡೈಲಿ 2 ಟೈಮ್ಸ್ ಮಾಡಬಹುದು. 2 ಟೈಮ್ಸ್, ಮಾರ್ನಿಂಗ್ ಅಂಡ್ ಈವ್ನಿಂಗ್. ಲೇಸರ್ ಮಾರ್ನಿಂಗ್ ಅಂಡ್ ಈವ್ನಿಂಗ್ ಮಾಡಬಹುದು. ಇವೆಲ್ಲ ಆದ್ರೆ 3 ಡೇಸ್ಗೆ ಒಂದ್ಸರಿ ಮಾಡಬಹುದು. ನೆಕ್ಸ್ಟ್ ತೋರಿಸ್ತೀನಿ, ಕಪಿಂಗ್ ಥೆರಪಿ ಎಲ್ಲ ವಾರಕ್ಕೊಂದ್ಸರಿ ಮಾಡಬಹುದು. കപ്പിംഗ് ഫേസ് മെസ്സേജ് വീക്ക്ലി വൺസ് ചെയ്താൽ മതിയാവും. അത് ഒരു ഗ്രാജുവലി ഒരു 2-3 വീക്സ്, അത് കഴിഞ്ഞ പിന്നെ 6 months വൺസ് ചെയ്താൽ മതിയാവും. ಇಲ್ಲಿ ಈಗ ವೆಹಿಕಲ್ 2 ವೀಲರ್ ಅದನ್ನೆಲ್ಲ ಎತ್ಬಿಟ್ಟು ಇಲ್ಲೆಲ್ಲ ನೋವಾಗಿರುತ್ತೆ, ಇಲ್ಲಿ ಜಾಸ್ತಿ ಪೇನ್ ಬರುತ್ತೆ ರೈಟ್ ಹ್ಯಾಂಡ್. ಸೊ ಅವಾಗ ಇಲ್ಲೆಲ್ಲ ಕೆಳಗಿಂದ ಮೇಲವರೆಗೂ ಮಸಾಜ್ ಮಾಡಬೇಕು. ಹೀಗೆ ಮಾಡಿದ್ರೆ ನಿಧಾನಕ್ಕೆ ಅದು ನೋವೆಲ್ಲ ಹೋಗ್ತಾ ಬರುತ್ತೆ, ಬಯೋ ಎಲೆಕ್ಟ್ರಿಕ್ ಎನರ್ಜಿ ಪಾಸ್ ಆಗುತ್ತೆ. ಸೊ ಅವಾಗ ಯಾವ ಪೇನ್ ರಿಲೀವರ್ ಏನು ಬೇಕಾಗಲ್ಲ. ಸಿವಿಯರ್ ಪೇನ್ ಇದ್ರೆ, ಕ್ರೋನಿಕ್ ಇದ್ರೆ ಇದ್ರ ಜೊತೆಗೆ ಕ್ಯಾಲ್ಮ್ಯಾಕ್ಸ್ ತಗೋಬೇಕು, ರೈಟ್? ಸೊ ಇದು ಶೋಲ್ಡರ್ ಮಸಾಜ್ ಮಾಡಬಹುದು. ಆಮೇಲೆ ಇಲ್ಲಿ ಮೈಗ್ರೇನ್ ಹೆಡೇಕ್. ಕೃಷ್ಣ ಸ್ವಾಮಿ ಶ್ರೀಧರ್ ಸರ್ ಮೈಸೂರಿಂದ ಒಂದು ಡೌಟ್ ಕೇಳಿದ್ದಾರೆ. Some people have a tingling in the face, hands and legs. It will also clear ಅಂದ್ಬಿಟ್ಟು. അത് ചില ആൾക്കാർക്ക് മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇത് ചെയ്യുമ്പോൾ ടിങ്ക്ലിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ബയോ എനർജി പാസ് ചെയ്യുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, നമുക്കൊരു ഷോക്ക് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അത് നമ്മൾ ഫേസിൽ 1ൽ കൂടുതൽ വെക്കാൻ പാടില്ല, ഫ്രീക്വൻസി 1ലേ വെക്കാൻ പാടുള്ളൂ. ഈ ടിങ്ക്ലിംഗ് ഉള്ളവർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉള്ളവർക്കാണ് ടിങ്ക്ലിംഗ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. അത് ഗ്രാജുവലി കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ಸೊ ಶ್ರೀಧರ್ ಸರ್ ನಿಮ್ ಕ್ಲಿಯರ್ ಆಯ್ತು ಅನ್ಸುತ್ತೆ. ಟಿಂಗ್ಲಿಂಗ್ ಎಫೆಕ್ಟ್ ಇದ್ರೇನೆ ಬೇಗ ವಾಸಿ ಆಗುತ್ತೆ. ಟಿಂಗ್ಲಿಂಗ್ ಎಫೆಕ್ಟ್ ಇಲ್ಲ ಅಂದ್ರೆ ಇಲ್ಲೇನೋ ಲೂಸ್ ಕಾಂಟ್ಯಾಕ್ಟ್ ಇದೆ ಅಂತ ಅರ್ಥ. അതെ, ടിംഗ്ലിംഗ് എഫക്ട് ഉണ്ടെങ്കിലാണ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. ഇത് ഇല്ലെങ്കിൽ അത് സംതിങ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ടിംഗ്ലിംഗ് എഫക്ട് ഉണ്ടാവും. ചിലർക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും, അപ്പൊ നിങ്ങൾ ഫ്രീക്വൻസി ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതി. ಸೊ ಇದನ್ನ ಬ್ಯಾಕ್ ಮಸಾಜ್ ಮಾಡಬಹುದು. ಆದ್ರೆ ಬ್ಯಾಕ್ ಮಸಾಜ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಇದನ್ನ ಫ್ರೀಕ್ವೆನ್ಸಿ ಜಾಸ್ತಿ ಮಾಡಬೇಕು. ಒಂದಿಟ್ಟಿದ್ದೀನಲ್ಲ, ಒಂದ್ ಸಾಲಲ್ಲ. മുഖത്ത് മാത്രമാണ് നിങ്ങൾ 1ൽ യൂസ് ചെയ്യേണ്ടത്. ബാക്കി ഏത് ഭാഗത്തും നിങ്ങൾക്ക് ആളുടെ ബോഡി താങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 3 or 4 ഇടಬೇಕು. 3 or 4 ഇട്ട് കൊടുക്കാം. 3 or 4. ಓಕೆ. Yes sir. Thank you. ಇದು ಸಾಕಲ್ಲ. ಸೊ ಕಾಫ್ ಮಸಲ್ ಪೇನ್ ಇರಲಿ, ಥೈಸ್ നിങ്ങൾക്ക് ഇതേ സിസ്റ്റത്തിൽ ഇത് ബോഡിയിലെ ഏത് ഭാഗത്ത് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം.
സോ അത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, ആർക്കൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് കണ്ടീഷൻസ് പറയും. അത് അന്നേരം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ബാക്കി പെയിൻ ഉള്ളവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഇതുപോലെ യൂസ് ചെയ്യാം. വളരെ ഗുഡ് റിസൾട്ട് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ടീം തന്നെ അവർ ഈ ഒരു ട്രെയിനിങ് കണ്ടിട്ടില്ല, പക്ഷെ കൂടി അവർ എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷമായിട്ട് ഒരു കാല് സെൻസ് ഇല്ലാത്ത ഒരാള്, കൈ മടക്കാൻ വിരളൊന്നും മടങ്ങാത്ത ഒരാൾക്ക് ജസ്റ്റ് 15 മിനിറ്റ്സിലേക്ക് തന്നെ അയാൾക്ക് ഫുൾ കൈയൊക്കെ ആക്റ്റീവായി, കാലൊക്കെ തൊട്ടാൽ അറിയും, അങ്ങനത്തെ സെൻസ് കാര്യങ്ങളൊക്കെ വന്നു. വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ಸೊ ಆಮೇಲೆ ಇದನ್ನ ತೆಗೆದು ನೀರು ಪ್ಲಸ್ ಒಂದು 4 ಡ್ರಾಪ್ ಡೆಟಾಲ್ ಅಲ್ಲಿ ನೆನೆಸ್ಬೇಕು. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്തതിനു ശേഷം, മറ്റൊരാൾക്ക് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗ്ലൗസ് റിമൂവ് ചെയ്യുക. എക്സ്ട്രാ ഗ്ലൗസ് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസിയിൽ കമ്പനിയിൽ ബന്ധപ്പെട്ട് എക്സ്ട്രാ ഗ്ലൗസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ 1, 2, 3 സെറ്റ് ഗ്ലൗസ് മേടിച്ചു വെക്കണം. കാരണം നമ്മൾ പല ആൾക്ക് വേറെ ആൾക്കാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് ഡെറ്റോൾ ഒഴിച്ച് വാഷ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ റലീമ ആരോ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് ഹാൻഡ് റൈസ്. കാരണം അല്ലെങ്കിൽ അറിയില്ല, ഞാൻ മ്യൂട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. സോ നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ಇನ್ಸುಲೇಷನ್ ಗ್ಲೌಸ್ ನ ವೆಟ್ ಮಾಡಬಾರದು. ഇൻസുലേഷൻ ഗ്ലൗസ് നനയ്ക്കേണ്ട ആവശ്യമില്ല. പുറത്തുള്ള ഗ്ലൗസ് മാത്രം നനച്ചിട്ട് അത് നമ്മൾ ഒരു 2-3 ഡ്രോപ്പ് ഡെറ്റോൾ ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിക്കോളും, പിന്നീട് യൂസ് ചെയ്യാം. ಇದನ್ನ ಜಸ್ಟ್ ಗಾಳಿಗೆ ಹಾಕಿದ್ರೆ ಸಾಕು, ಆರೋಗುತ್ತೆ. ಅದನ್ನ ಮಾತ್ರ ನೀರಲ್ಲಿ 4 ಡ್ರಾಪ್ ಡೆಟಾಲ್ ಹಾಕ್ಬಿಟ್ಟು ನೆನೆಸ್ಬೇಕು. ಆಮೇಲೆ ನೆಕ್ಸ್ಟ್ ಬರೋಣಂತೆ. ಸೊ ಒಂದೊಂದೇ ಹೈಯರ್ ಪೇನ್ಗೆ ಹೋಗ್ತಾ ಇದ್ದೀನಿ. ಫಸ್ಟ್ ಎಲೆಕ್ಟ್ರೋ ಪ್ಯಾಡ್ ಹಾಕ್ದೆ, ಸಣ್ಣ ಪೇನ್ಗೆಲ್ಲ ಹೊಟ್ಟೋಗುತ್ತೆ. ಈವನ್ ಕಾಲ್ ನೋವಿದ್ರೆ ಒಂದು ನಿಮಿಷ, ಯಾರೋ ಏನೋ ಒಂದು ಡೌಟ್ ಕೇಳ್ತಿದ್ದಾರೆ, ಕೇಳ್ಬಿಡು. സജൻ കുമാർ അൺമ്യൂട്ട് ചെയ്തോളൂ. സാറേ, നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ മാത്രമല്ലേ വെള്ളം ഉപയോഗിക്കണ്ട, അല്ലാത്തപ്പം വെള്ളം ഉപയോഗിക്കാതല്ലേ ചെയ്യാത്? അല്ലല്ല, എപ്പോഴും അത് ഗ്ലൗസ് യൂസ് ചെയ്ത് എവിടെ നിങ്ങൾ ചെയ്താലും നനയ്ക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളം നമ്മൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നനച്ചിട്ട് മാത്രം ഉപയോഗിക്കണം, അതാണ് അതിന്റെ കറക്റ്റ്. ಓಕೆ, ಈಗ ಎಲೆಕ್ಟ್ರೋ ಪ್ಯಾಡ್ ಫಸ್ಟ್ ತೋರಿಸಿದ್ನಲ್ಲ, ಅದು ಸಣ್ಣ ಪೇನು, ನೆನ್ನೆ ಮೊನ್ನೆ ಆಗಿರೋ ಪೇನು ಅದೆಲ್ಲ ಬೇಗ ಹೊಟ್ಟೋಗುತ್ತೆ. ಅದನ್ನ ಮಾಡಿನೂ ಹೋಗದೆ ಇದ್ರೆ ಯು ಗೋ ಫಾರ್ ದಿಸ್ ಗ್ಲೌಸ್ ಟೆನ್ಸ್ ಥೆರಪಿ. ಅದು ಟೆನ್ಸ್ ಥೆರಪಿನೇ. ಅದಕ್ಕಿಂತ ಸಿವಿಯರ್ ಪೇನ್ ಇದ್ರೆ, ಯೂಶಲಿ ಬ್ಯಾಕ್ ಪೇನ್ ಬರುತ್ತೆ, ಸರ್ವಿಕಲ್ ಬರುತ್ತೆ, ಲುಂಬಾರ್ ಬರುತ್ತೆ, ನೀ ಜಾಯಿಂಟ್ ಪೇನು ಅವೆಲ್ಲ ಇತ್ತು ಅಂದ್ರೆ ಇದ್ರೊಳಗೆ ಹೀಟ್ ಥೆರಪಿ, ವ್ಯಾಕ್ಯೂಮ್ ಥೆರಪಿ ಅಂದ್ರೆ കപ്പിംഗ് തെറപ്പി. ഫസ്റ്റ് സാറ് കാണിച്ചത് ലേസർ നമ്മുടെ കഴുത്തിന് മേലോട്ടുള്ള ഭാഗങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതിനുശേഷം കാണിച്ച ആ പാഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു പെട്ടെന്ന് എമർജൻസി പെയിൻ റിലീഫ്, ഒരു മസാജ്. നമ്മളൊന്ന് കാല് ഉളുക്കി ഒന്ന് എണ്ണയിട്ട് തിരുമും, അങ്ങനത്തെ ഉള്ള സംഭവം. ഇപ്പോൾ മുട്ടിന് വേനുണ്ട്, ജസ്റ്റ് ആ പാഡ് വെച്ച് നമ്മളൊന്ന് ഒരു 10-15 മിനിറ്റ് ചെയ്തിട്ട് നല്ല റിലീഫ് കിട്ടും. അങ്ങനെ എമർജൻസി റിലീഫാണ് ആ പാഡ് യൂസ് ചെയ്യുക. കുറച്ചും കൂടെ സിവിയർ കേസസ് ആണെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്താൽ വളരെ റിസൾട്ട് ആയിരിക്കും. ഇനി അതിലും കുറച്ചും കൂടെ സിവിയർ ആണ്, നല്ല സിവിയർ ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ, ലിംബാർഡ് പ്രോബ്ലം അല്ലെങ്കിൽ സർവിക്കൽ പ്രോബ്ലം, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ചെയ്യുന്നതാണ് വാക്യൂം തെറാപ്പി. ആ വാക്യൂം തെറാപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സാറ് പറയാൻ പോകുന്നത്. ಸೊ ವ್ಯಾಕ್ಯೂಮ್ ಥೆರಪಿ ಮಾಡೋಣ. ಸೊ ಅದಕ್ಕೆ ಬಾಡಿ ಮೇಲೆ ಎಲ್ಲೇ ಇಷ್ಟು ತನಕ ಮಾಡಿದ್ದು ಹೈಡ್ರೋಥೆರಪಿ ಯಾವ ಒಂದು ಕ್ರೀಮು ಉಪಯೋಗಿಸಿಲ್ಲ, ಯಾವ ಕೆಮಿಕಲ್ ಉಪಯೋಗಿಸಿಲ್ಲ. ಆದರೆ ಬಾಡಿ ಮೇಲೆಲ್ಲ ಮಾಡಬೇಕಾದ್ರೆ ಯು ನೀಡ್ ಸಮ್ ಕ್ರೀಮ್ ಅಥವಾ ಇದು ಬೇಬಿ ಆಯಿಲ್ ಅಥವಾ ಕೋಲ್ಡ್ ಪ್ರೆಸ್ಡ್ ಆಲಿವ್ ಆಯಿಲ್, ಇಷ್ಟೇ, ಬೇರೆ ಯಾವುದು ಉಪಯೋಗಿಸೋದು ಬೇಡ. ಸೊ ಅದನ್ನ ಉಪಯೋಗಿಸ್ಬೇಕು. ಇದು ನಿಮಗೆ ಹಿಮಾಲಯದ್ದು ಒಂದು ಕೊಟ್ಟಿದ್ದಾರೆ ಕ್ರೀಮ್. ಇದು ಆಕ್ಚುಲಿ ಸ್ಕಿನ್ಗೆ ಒಳ್ಳೇದು ಮಾಡುತ್ತೆ. ಇದು ನಿಮಗೆ ಕಿಟ್ ಜೊತೆಗೆ ಕೊಟ್ಟಿರ್ತಾರೆ. ಸೊ ಇದನ್ನ ಹಾಕ್ಬೋದು. ഓക്കെ, നിങ്ങൾ ബോഡിയിൽ ഈ വാക്യൂം തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ലോഷൻ, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ബെറ്റർ ഏതെങ്കിലും ബേബി ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ನಾನೀಗ ಕೈಯಲ್ಲಿ ತೋರಿಸ್ತಾ ಇದ್ದೀನಿ. ಇದೇ ರೀತಿ ಬ್ಯಾಕ್ ಅಲ್ಲಿ എക്സാമ്പിൾ ഇപ്പൊ കയ്യിൽ കാണിക്കുകയാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ಅದೇ ರೀತಿ ಬ್ಯಾಕ್ ಅಲ್ಲಿ ಎಲ್ಲ ಕಡೆ ಮಾಡ್ಬೋದು. ಸೊ ಇದನ್ನ ನಾನು ಫಸ್ಟ್ ಇಡ್ತೀನಿ. ಲಾಂಗ್ ಪ್ರೆಸ್ ಆನ್ ಆಯ್ತು. ಆಮೇಲೆ ವ್ಯಾಕ್ಯೂಮ್. ಸೊ 1 2 3 ಮ್ಯಾಕ್ಸಿಮಮ್ ಅಂದ್ರೆ 4 ಇಡಬಹುದು. സാർ ഇപ്പോൾ ഓൺ ചെയ്താണ് കാണിച്ചത്. 3 ഇട്ടിದ್ದೀನಿ. ಇರ್ಲಿ, ಫಸ್ಟ್ ಇದನ್ನ ಹಚ್ಚುತ್ತೀನಿ. ಇದನ್ನ
ಸೊ ನೋಡಿ ಸ್ವಲ್ಪ ബോഡിയിൽ ಜಾರ್ಬೇಕು ಅದು. നിങ്ങൾ അത് നടുവാന്നോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഗമായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. സോ സാർ ഇപ്പൊ ജസ്റ്റ് കയ്യിൽ ഡെമോ കാണിക്കുകയാണ്. സോ ഇതുപോലെ നമ്മൾ വേദനയുള്ള ഭാഗത്ത് ഈ ക്രീം അപ്ലൈ ചെയ്യാം. ಹಾ ಇದೇ ತರನೇ ನೀವು ಬ್ಯಾಕ್ ಅಲ್ಲೆಲ್ಲ ಟ್ರೀಟ್ ಮಾಡಬಹುದು. ಇದೆರಡು ರಾಡ್ ಬಾಡಿಗೆ ಟಚ್ ಆಗಬೇಕು. ಸೊ ಅದು ಇಲ್ಲಿ ಸೆಂಟ್ರಲ್ಲಿ ಆಗಲ್ಲ, ಸೊ ಅಲ್ಲಿ ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಸೊ ಅದಕ್ಕೆ ಬ್ಯಾಕ್ ಥೈಸ್ ಎಲ್ಲೆಲ್ಲಿ ಟಚ್ ಆಗುತ್ತೆ ಅಲ್ಲಿ ಮಾಡ್ಬೋದು. ಸ್ಲೋ ಮಾಡಿ ಸರ್, ಗೊತ್ತಾಗ್ತಲ್ಲ. ಅದು ಹಿಡಿತಾ ಇದೆಯಲ್ಲ ತೋರಿಸಿ ಸರ್. ಹಾ ಹಿಡಿತಾ ಇದೆಯಲ್ಲ ಗೊತ್ತಾಗ್ತಲ್ಲ ಇಲ್ಲಿ. ಇದು ಸ್ವಲ್ಪ ಫಾಸ್ಟ್ ಆಗಿ ಮಾಡ್ಬೇಕು, ಸ್ಲೋ ಆಗಿ ಮಾಡಂಗಿಲ್ಲ. ಅಲ್ಲ, ನೀವು ನಮ್ಗೆ ಅರ್ಥ ಆಗ್ಬೇಕಲ್ಲ ಇಲ್ಲಿ. സോ ഈ വാക്യൂം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇതേപോലെ ആയിരിക്കും അത് ഫങ്ഷൻ ചെയ്യുക. നമ്മൾ ശരീരത്തിൽ ഇപ്പൊ നടുവിനാണെങ്കിൽ നട്ടലിന്റെ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ എവിടെ വേദനയുള്ള അവിടെ ഇതുപോലെ ക്രീം ഉപയോഗിച്ചിട്ട് അപ്വേർഡ് മസാജ് ചെയ്യണം. അപ്വേർഡ് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ഹീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് രണ്ടും കൂടെ കൂട്ടി യൂസ്, അത് ಹೀಟ್ ಜೊತೆಲೇ ಯೂಸ್ ಮಾಡೋದಲ್ಲ ಸರ್? ಒಂದೊಂದೇ ಸ್ಟೇಜ್ ಬರ್ತದೆ. ಇನ್ನೂ ಜಾಸ್ತಿ ಪೇನ್ ಇದ್ರೆ, ಕ್ರೋನಿಕ್ ಇದ್ರೆ ಯು ಕ್ಯಾನ್ ಆಡ್ ഹീറ്റ് ആഡ് ಮಾಡಿ. ജസ്റ്റ് സിവിയർ കേസ് ആണെങ്കിൽ നമുക്ക് ഹീറ്റും കൂടെ ആഡ് ചെയ്യാം. ഹീറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു നല്ലൊരു തിരുമി കിഴി പിടിക്കാന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ ആയിരിക്കും. സോ ഹീറ്റും വാക്യൂം രണ്ടും കൂടെ കമ്പൈൻ ആയിട്ട് വർക്ക് ചെയ്യും. ನೋಡಿ ವ್ಯಾಕ್ಯೂಮ್ ಇಲ್ಲಿ ರೌಂಡ್ಗೆ മാർക്ക് വട്ടത്തിൽ റെഡ് കളർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് റെഡ് കളർ മാർക്ക് വരും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് അകത്തുള്ള ബാഡ് ബ്ലഡിനെ അത് വലിച്ച് ഡയലൂട്ട് ചെയ്യുന്നതാണ്. അതൊരു 1 day or 2 days ഉണ്ടാവും ആ മാർക്ക് അവിടെ. അത് കഴിയുമ്പോൾ അത് നോർമലായി. ನೋಡಿ ಈ ತರ ಇಟ್ಟಿದ್ರೆ ರೌಂಡ್ ಮಾರ್ಕ್ ಆಗುತ್ತೆ. ಇದು ಬ್ಯಾಕ್ ಅಲ್ಲಿ ಲಂಗ್ ಪಾಯಿಂಟ್ C1 C2 C3 ಲುಂಬಾರ್ ಪಾಯಿಂಟ್ ಸಯಾಟಿಕಾ ಪಾಯಿಂಟ್ ಅಲ್ಲೆಲ್ಲ 3 ಮಿನಿಟ್ಸ್ ಇಟ್ಟರೆ ಒಂದು ರೌಂಡ್ ಗೆ ಡಾಟ್ ಆಗುತ್ತೆ. ಆದ್ರೆ ಡಿಟಾಕ್ಸ್ ಆಗಿರುತ್ತೆ. ಅಲ್ಲ, ಉಜ್ಜಂಗಿಲ್ಲ, ಅಲ್ಲೇ ಇಟ್ಟಿರ್ಬೇಕಾ? ಅಲ್ಲೇ ಇಡ್ಬೇಕು. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് സം പോയിന്റ്സ് മനസ്സിലാക്കണം. ഇപ്പൊ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ലങ്സ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ബാക്ക്, നമ്മുടെ ശരീരത്തിന്റെ ബാക്കിലെ ലങ്സിനുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ നമ്മൾ ഇത് ഒരു 2 to 3 minutes അതങ്ങനെ മസാജ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വാക്യൂം ഓൺ ചെയ്ത് വെക്കുക. സോ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇത് ഉള്ളിൽ വാക്യൂത്തിന്റെ പവർ പോയിട്ട് വർക്ക് ആയിട്ട് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം, ബ്രീത്തിങ് കൺജസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്പോട്ടിൽ ಇಲ್ಲಿಟ್ಟು ತೋರಿಸ್ತಿದೀವಿ ನೋಡಿ. ಈ ತರ 3 minutes ಇಡ್ಬೇಕು. 2 ಮೆಷಿನ್ ಇದ್ರೆ ಒಳ್ಳೇದು, ಲೆಫ್ಟ್ ಅಲ್ಲೊಂದು ರೈಟ್ ಅಲ್ಲೊಂದು ಇಡಬಹುದು. ಸೊ ಇದನ್ನ ಲಾಂಗ್ ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಆಫ್ ಆಗುತ್ತೆ. ಸೊ ಇದನ್ನ ನೀ ಜಾಯಿಂಟ್ ಅಲ್ಲಿ ಇಡಬಹುದು. ನೀ ಜಾಯಿಂಟ್ ಅಲ್ಲಿ ಇಟ್ಟು 3.5 months ಅಲ್ಲಿ ನೀ ಜಾಯಿಂಟ್ ರೀಪ್ಲೇಸ್ಮೆಂಟ್ ಗೆ ಹೊರಡಬೇಕಾಗಿರೋದು ಕಾಲು ಉಳ್ಕೊಂಡಿದೆ, ನೋ ಆಪರೇಷನ್. ಡಾಕ್ಟರ್ಗೆ ಆಶ್ಚರ್ಯ ಆಗ್ತದೆ. ಇದೊಂದು ಕೇಸ್ ಆಗಿದೆ. ಆಮೇಲೆ ഇത് നീല് ഈ വാക്യൂം തെറാപ്പി കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും സിവിയർ മുട്ടുപെയിൻ ഉണ്ടെങ്കിൽ ഈ വാക്യൂം തെറാപ്പി മുട്ടിന്റെ 2 സൈഡിലും യൂസ് ചെയ്യുന്നതാണ്. ഹീറ്റ് വിത്ത് ഹീറ്റ്. ಸೊ ಏನಾರ ಡೌಟ್ಸ್ ಇದ್ರೆ ಕೇಳ್ಬೋದು ಸರ್. ಏನಿಲ್ಲ, ಇದು ಯಾರ್ಯಾರಿಗೆ ಯೂಸ್ ಮಾಡಬಾರ್ದು, ಏನೇನಿಗೆ ಯೂಸ್ ವೆರಿ ಗುಡ್ ಕ್ವೆಶ್ಚನ್. യൂസ് ചെയ്യാൻ പാടില്ല, ആർക്കൊക്കെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി സാർ പറയും, അത് ഞാൻ പറഞ്ഞുതരാം. ಓಕೆ, ಇದನ್ನ ಪ್ರೆಗ್ನೆಂಟ್ಸ್ ಯೂಸ್ ಮಾಡಂಗಿಲ್ಲ. ಮತ್ತೆ ಹಾರ್ಟ್ ಅಲ್ಲಿ ಪೇಸ್ ಮೇಕರ್ ಹಾಕಿದ್ರೆ ಅವ್ರು ಉಪಯೋಗಿಸಬಾರ್ದು. ಇತ್ತೀಚೆಗೆ ಆಪರೇಷನ್ ಆಗಿರೋರು ಉಪಯೋಗಿಸಬಾರ್ದು. ಕ್ಯಾನ್ಸರ್ ಆಗಿದ್ರೆ ಉಪಯೋಗಿಸಬಾರ್ದು. ಮತ್ತೆ ಡಯಾಬಿಟಿಕ್ ಹೈ ಶುಗರ್ ಇದ್ರೆ ಶುಗರ್ ನಾರ್ಮಲಿಗೆ ತಂದು ಆಮೇಲೆ ಉಪಯೋಗಿಸಬಹುದು.
ಹೈ ಬಿ ಪಿ ಇದ್ರೆ, ವೇರಿಯೇಷನ್ ತುಂಬಾ ಇದ್ರೆ, ಬಿ ಪಿ ನಾರ್ಮಲ್ ಬಂದ್ಮೇಲೆ ಉಪಯೋಗಿಸ್ಬೋದು. ಓಕೆ, ಸೊ ಇನ್ನೆಲ್ಲರಿಗೂ ಮತ್ತೆ ರಾಡ್ ಗೀಡ್ ಹಾಕಿದ್ರೆ ಬಾಡಿಯಲ್ಲಿ ಉಪಯೋಗಿಸೋದು ಬೇಡ. ತುಂಬಾ ವೀಕ್ ಇರ್ತಾರೆ, ವೀಕ್ ಕಾನ್ಸ್ಟಿಟ್ಯೂಷನ್, ಬಾಡಿ ವೀಕ್ ಕಾನ್ಸ್ಟಿಟ್ಯೂಷನ್ ಇರುತ್ತೆ, ಬೋನ್ಸ್ ಕಾನ್ಸ್ಟಿಟ್ಯೂಷನ್ ತುಂಬಾ ವೀಕ್ ಇರುತ್ತೆ, ಅಂಥವ್ರಿಗೆ ಉಪಯೋಗಿಸೋದು ಬೇಡ. ಇನ್ನೆಲ್ಲರಿಗೂ ಉಪಯೋಗಿಸ್ಬೋದು. ಸರಿನಾ ಸರ್? ಕೇಳಿಸ್ತಿದೆಯಾ ಸರ್? സർ കേളിച്ചത് അതിന് ഞാൻ ಹೇಳ್ಬಿಡ್ತೀನಿ ಒಂದು ನಿಮಿಷ. ಸರಿ ಸರ್. സോ ഇപ്പോൾ സാറ് പറഞ്ഞത് സർജറി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് വിത്തിൻ 6 monthsനുള്ളിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ക്യാൻസർ, നിലവിൽ ക്യാൻസർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. TB, ട്യൂബർക്കുലോസിസ് അതുള്ളവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ബ്രെയിൻ പ്രോബ്ലം, ബ്രെയിൻ ട്യൂമർ, ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. BP എന്താ പറയാ, അബ്നോർമൽ BP, അതായത് പെട്ടെന്ന് കുറയുക, കൂടുക, ഹൈ BP ആവുക, പെട്ടെന്ന് അങ്ങനെ സിവിയർ കണ്ടീഷനുള്ള BP ഉള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഇങ്ങനെയുള്ള എന്ത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോഴും അവർക്ക് അവരുടെ കണ്ടീഷൻ ബാഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേസ് മേക്കർ, ഹൃദയത്തിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് പേസ് മേക്കർ വെച്ചിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പ്രഗ്നന്റ് ലേഡീസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇൻഫൻസ്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പനിയുള്ളവർ, ഹൈ ഫീവർ ഉള്ളപ്പം യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ, അതായത് ടെസ്റ്റിക്കലിൽ യൂസ് ചെയ്യാൻ പാടില്ല. തലയിൽ പിന്നെ കഴുത്തിന് മേലോട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് ഇതിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ എല്ലാ ഇതിനകത്തും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ ഷുഗർ കൂടുതലുള്ള, ഒരുപാട് ഷുഗർ ഒരു 250, 300 എബോ ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെഡിക്കേഷൻ എടുത്ത് അതിന് 200 കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒരു പ്രീകോഷൻസ് ആണ്. കാരണം ഹെൽത്ത് കണ്ടീഷൻ ഒത്തിരി വേരിയേഷൻ ഉള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു അൺകംഫർട്ടബിൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മറ്റുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ സ്കിൻ അലർജി ഉള്ളവർക്ക് ഈ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഈ ബയോ ഇലക്ട്രിക് എനർജി പോകുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ, ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർക്ക് ഇപ്പൊ ചിലർക്ക് കയ്യിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും, നമ്മൾ ആ ഭാഗത്ത് യൂസ് ചെയ്യരുത്. ഇപ്പൊ ഇങ്ങനെ ചൊറിച്ചിലോ ചൊറി അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഭാഗത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഒരു ആളുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ಬೆಟರ್. ಸರ್ ಇನ್ನೊಂದು ಇಂಪಾರ್ಟೆಂಟ್ ಹೇಳಿ ಮುಗಿಸ್ಲಾ ಸರ್? ಹೇಳಿ ಸರ್. ಥ್ಯಾಂಕ್ ಯು. ಈ ಗ್ಲೌಸ್ ಇದೆಯಲ್ಲ, ಹೇಳೋದು ಮರ್ತೆ ನಾನು. ಹೇಳಿ ಸರ್. ಸರ್ ಅതൊരു ಇಂಪಾರ್ಟೆಂಟ್ കാര്യം കൂടെ പറയാണ്, ലാസ്റ്റ് തീരാൻ പോകും. ಹಂಗೆ ಹೇಳಿ ಸರ್, ಪರವಾಗಿಲ್ಲ. ಈ ತ್ರೀ ಫಿಂಗರ್ಸ್ ಇದೆಯಲ್ಲ, ಈ 3 ಫಿಂಗರ್ಸ್ ಬ್ಯಾಕ್ ಅಲ್ಲಿ ಲಂಗ್ ಪಾಯಿಂಟ್, ಲುಂಬಾರ್ ಪಾಯಿಂಟ್, ಸರ್ವಿಕಲ್ ಪಾಯಿಂಟ್ ಎಲ್ಲಾದ್ರಲ್ಲೂ 3 ಮಿನಿಟ್ಸ್ ಹಿಂಗೆ ಟಚ್ ಮಾಡಿ ಇಟ್ಕೊಂಡ್ರೆ ಸ್ಪಾಟ್ ಅಲ್ಲೇ ನೋವುಗಳು ವಾಸಿ ಆಗಿದೆ. ಇದು ಹೊಸ ರಿಸರ್ಚ್. ಫ್ರೀಕ್ವೆನ್ಸಿ ಎಷ್ಟು ಇಡಬೇಕು ಸರ್? ಫ್ರೀಕ್ವೆನ್ಸಿ 3 or 4. 3 or 4. ഈ ആ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മളെ കണക്ട് ചെയ്തിട്ട് വെറ്റ് ചെയ്തിട്ട് ഈ 3 വിരൽ, ഈ സാർ കാണിച്ച 3 വിരൽ നമ്മളെ പെയിനുള്ള സ്ഥലത്ത്, അതായത് പോയിന്റ്സ്, അക്യുപഞ്ചർ പോയിന്റ്സ് നിങ്ങൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ലങ്സ് പ്രോബ്ലം, ലെംബാർഡ്, ആ പർട്ടിക്കുലർ പോയിന്റ്സിൽ 2 to 3 minutes അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് ചെയ്യുന്നതായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ ട്രെയിനിങ്ങിലും ഈ പോയിന്റ്സിനെ പറ്റി പറഞ്ഞിരുന്നു. ആ പോയിന്റ്സിന്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ಹೊಸ റിസർച്ച്. ഇത് പുതിയ റിസർച്ച് ആണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ಅಲ್ಲಿಗೆ ಸಾಕು ಅನ್ಸತ್ತಲ್ಲ ಸರ್? ಸಾಕು ಸರ್, ಥ್ಯಾಂಕ್ ಯು. ನೆಕ್ಸ್ಟ್ ನಾವು ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ. ಇಲ್ಲ ಅಲ್ಲಿರೋ ಡಾಕ್ಟರ್ಸ್ ಯಾರ್ಯಾರು ಟ್ರೀಟ್ ಮಾಡ್ತಾರೋ ಅವ್ರಿಗೆ ಬೇಗ ವಾಸಿ ಆಗ್ಲಿ ಅಂತ ಹಾರೈಸ್ತೀನಿ ಸರ್. താങ്ക് യു. ആരൊക്കെ നമ്മൾ മിഷൻ മേടിച്ചിട്ടുണ്ടോ, ആരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും വേഗം ഗുണങ്ങൾ കിട്ടാൻ പുള്ളി ആശംസിക്കുകയാണ്. സോ എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും ശ്രീധര സാറിന് നമ്മുടെ എല്ലാവരുടെയും ഭാഗം ഞാൻ സാർക്ക് ನನ್ನಿ അറിയിക്കുകയാണ്. ಸರ್ ತುಂಬಾ ಥ್ಯಾಂಕ್ಸ್ ಸರ್. ಎಲ್ಲರೂ ಪರವಾಗಿ ನಾನೇ ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತಾ ಇದೀವಿ ಫಾರ್ ಯುವರ್ ವ್ಯಾಲ್ಯೂಬಲ್ ಟೈಮ್. ಸೊ ನೆಕ್ಸ್ಟ್ ನಾವು ಒಂದು ಗ್ರೇಟ್ ಸೆಕ್ಷನ್ ಮಾಡೋಣ ಎಲ್ಲರ ಜೊತೆ ಇನ್ನೊಂದ್ಸರಿ, ವೆರಿ ಓನ್ಲಿ ಫಾರ್ ಮಿಷನ್. ಯಾಕಂದ್ರೆ ಮಿಷನ್ ಅಲ್ಲಿ ತುಂಬಾ ಕಲಿಯೋದಿದೆ, ഒരുപാട് പഠിക്കാനുണ്ട് മിഷനിൽ. അത് ചെറിയ കാര്യങ്ങൾ. സോ അത് കീപ്പ് ഓൺ, നിങ്ങൾ ഈ വിഷയങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ജമീല മേഡം എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മേഡം അൺമ്യൂട്ട് ചെയ്തോളൂ മേഡം. ಹೇಳಿ ಸರ್. നമുക്ക് പിന്നെ Sir, ഒരു ഒന്ന് മിനിറ്റ് നിമിഷം. നമുക്ക് IMA സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലേ? എന്തോ IMA സർട്ടിഫിക്കറ്റ് ഇത് സി സർട്ടിഫൈഡ് ആണ് മേഡം. മിഷൻ CE സർട്ടിഫൈഡ് ആണ്. സി സർട്ടിഫിക്കേഷൻ ഉള്ള ഏത് വസ്തുവും നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ യൂസ് ചെയ്യാം. ഈവൻ തെർമോമീറ്റർ പോലും സി സർട്ടിഫൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് IMAയുടെ ഒരു അപ്രൂവൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്ലിനിക്കൽ സ്റ്റഡി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിൽ അലോ ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് സർട്ടിഫിക്കറ്റ് സാറേ? ഇതിന്റെ കൂടെ ഉള്ള വാറണ്ടി കാർഡാണോ? എന്താ അത് കാണുന്നില്ല ശരിക്കും. വാറണ്ടി കാർഡ് ഒരു പീസ് ഉണ്ടല്ലോ, അതിലെന്താ എഴുതിയേക്കുന്നേ? വാറണ്ടി കാർഡ് ആണല്ലേ, കൺഫ്യൂമേറ്റീവ് സർട്ടിഫിക്കറ്റ് നയിക്കും. അതെനിക്കൊന്ന് വാട്സപ്പ് ചെയ്യോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതിന് രണ്ട് സൈഡും അല്ല, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ മേഡം. അങ്ങനത്തെ വേറെ സർട്ടിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. സി സർട്ടിഫൈഡ് ആണ്. സോ നമ്മുടെ പിന്നെ എല്ലാം ക്ലിനിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരാളെടുത്ത് പോകുമ്പോൾ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ, അവരൊരു പേസ് മേക്കർ ഇട്ട ആളാണോ, മെന്റൽ ഇഷ്യൂ ഉള്ള ആളാണോ, പ്രഗ്നന്റ് ആണോ, അല്ലെങ്കിൽ ഹൈ ഫീവർ ഉണ്ടോ, സ്കിൻ അലർജി ഉണ്ടോ, പിന്നെ ഇത്തരം കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോലും, ഒരു കൈയുടെ വിരലിൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോലും അവർ ഡെത്ത് ലൈഫിന് ഗ്യാരണ്ടി ഇല്ല എന്നുള്ള എഴുതി മേടിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഇത്രയും കാലമായിട്ട് പല ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആർക്കും ഒരു ഇഷ്യൂ, സൈഡ് എഫക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ എല്ലാവർക്കും വളരെ നന്ദി. ഇത്ര നേരം ക്ഷമയോടുകൂടി മനസ്സിലാക്കി ഇതിന് കൂടുതൽ നിങ്ങൾ ഇതിന് അവയർനെസ് കൊടുക്കുക. സർ, വിച്ച് തെറാപ്പി ഈസ് യൂസ്ഡ് ഫോർ tummy reduction? Hemi madam, that is vacuum therapy madam. So last time we done it in Mysore. So 10 minutes we reduced almost 2 inches. വാക്യൂം തെറാപ്പി, അതായത് വയറ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഒരു ടേബിളിന്റെ മേലെ മലർത്തി കിടത്ത ഈ ക്രീം അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. വയറ്റത്ത് ബോട്ടം നെവൽ പോയിന്റിലേക്ക് മസാജ് ചെയ്യുക. കണ്ടിന്യൂസ് ഒരു 10 മിനിറ്റ്സ് രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ്യൂസ് ആവുന്ന കാണാം. ഇത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഹീറ്റ് തെറാപ്പി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എക്സസ് ഫാറ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാൻ ചെയ്യും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു അതായത് ബ്രസ്റ്റില് ട്യൂമർ ഉണ്ടായിട്ട് 8 ഫൈബ്രോയിഡ്സ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ കേസ് നമ്മൾ വാക്യൂം ഉപയോഗിച്ചിട്ട് 8 ട്യൂമറും വാക്യൂം തെറാപ്പി യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. വെരി റീസെന്റ്, ഒരു 3 days ബാക്ക് 4 days ബാക്കിലെ കാര്യമാണ് പറഞ്ഞത്. സോ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ്. നമുക്ക് വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു എക്യുപ്മെന്റ്സും പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ. സോ ഹെമി മേഡം, ഐ തിങ്ക് യു ആർ ക്ലിയർ നൗ. സോ ആ വീഡിയോ ಕಳಿಸ್ಕೊಡ್ತೀವಿ ಮೇಡಮ್. ವಿಡಿಯೋ ಐ ವಿಲ್ ಸೆಂಡ್ ದ ವಿಡಿಯೋ. ಥ್ಯಾಂಕ್ ಯು. ಸೊ ನೆಕ್ಸ್ಟ್ ജമീല മേഡം ക്ലിയർ ആണോ? ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ എല്ലാ ലീഡേഴ്സിനും എല്ലാവർക്കും 1 സെക്കൻഡ് താങ്ക്സ്. സോ എല്ലാവരും ഈ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. ശ്രീധർ സാറിന് വളരെ നന്ദി എല്ലാവർക്കും. സോ സി യു ഓൺ മൺഡേ. നാളെ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതല്ല, ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. ಡೇವಿಡ್ ಸರ್ ಹೇಳಿ ಸರ್. ಸರ್, ಇದು ವ್ಯಾಕ್ಯೂಮ್ ನಾವು ಯೂಸ್ ಮಾಡ್ತೀವಲ್ಲ, ಅವಾಗ ಈಗ ನಂದ ಇದು ಸೊಂಡೆಲ್ಲಿ ಪೇನ್ ಇದೆ. ಸೊ ನಾನೇನ್ ಮಾಡಿದೆ, ಒಂದು 20 ಮಿನಿಟ್ಸ್ ನಾನು ಅದು ವ್ಯಾಕ್ಯೂಮ್ ಯೂಸ್ ಮಾಡಿದೆ. ಆಯ್ತಾ? ಆಮೇಲೆ ನೆಕ್ಸ್ಟ್ ಮತ್ತೆ ಈಗ ಇದು ನೆಕ್ ಅಲ್ಲಿ ಇದೆ ಪೇನ್, ಅಲ್ಲಿ ಒಂದು 20 ಮಿನಿಟ್ಸ್ ಯೂಸ್ ಮಾಡಿದೆ. ಆತರ ಕಂಟಿನ್ಯೂ ಯೂಸ್ ಮಾಡ್ಬೋದಾ? ಮಾಡ್ಬೋದು, ಏನು ತೊಂದರೆ ಇಲ್ಲ. ಶ್ರೀಧರ್ ಸರ್ ಒಂದ್ಸರಿ ಅಡ್ಮಿಟ್ ಮಾಡಿ ಸರ್. ಹೇಳಿ ಸರ್. ನಾನು ಈ ಕ್ವಶನ್ ಒಂದ್ಸರಿ ಮಲಯಾಳಂದಲ್ಲಿ ರಿಪೀಟ್ ಮಾಡ್ತೀನಿ ನೋಡಿ, ಎಲ್ಲರಿಗೂ ಅರ್ಥ ಆಗುತ್ತೆ.
സാറ് ചോദിച്ചത് പുള്ളിക്ക് വയറിൽ എന്തോ പ്രശ്നമുണ്ട്, ഒരു 20 മിനിറ്റ്സ് വയറിൽ യൂസ് ചെയ്തു. ಅದೇ ಚಾನಲ್ ಅಲ್ಲಿ ಅದೇ ಫಸ್ಟ್ ಒಂದು ಒಬ್ಬ ಮಾಡ್ತಾನೆ 20 മിനിറ്റ്സ് വയറിൽ യൂസ് ചെയ്തു, അതിനുശേഷം 20 കഴുത്തിൽ വേനുണ്ട്, കഴുത്തിൽ 20 മിനിറ്റ്സ് യൂസ് ചെയ്യാവോ എന്നാണ് ചോദിച്ചത്. ಸರ್ ನೀವು ಕೇಳಿಸ್ಕೊಂಡ್ರಾ ಡೇವಿಡ್ ಅವ್ರ ಕ್ವಶನ್? ಪೂರ್ತಿ ಕ್ಲಿಯರ್ ಆಗಿಲ್ಲ ನನಗೆ. ಓಕೆ, ಅವ್ರಿಗೆ ಇವಾಗ ಹೊಟ್ಟೆ ಮೇಲೆ ಒಂದು 20 ಮಿನಿಟ್ಸ್ ಯೂಸ್ ಮಾಡಿದ್ದಾರೆ. ಹಾ, ನೆಕ್ಸ್ಟ್ ಒಂದು 20 ಮಿನಿಟ್ಸ್ ಕತ್ತಿಗೆ ಯೂಸ್ ಮಾಡ್ಬೋದಾ ಕಂಟಿನ್ಯೂಸ್ ಆಗಿ ಅಥವಾ? ಹಾ, ಉಪಯೋಗಿಸ್ಬೋದು ಸರ್. ಏನ್ ತೊಂದ್ರೆ ಇಲ್ಲ. ಅವ್ರಿಗೆ ಬೇರೆ ಏನು ಆಪರೇಷನ್ ಏನೂ ಆಗಿಲ್ಲ ಅಂದ್ರೆ ಖಂಡಿತ ಮಾಡ್ಬೋದು, ಏನ್ ತೊಂದ್ರೆ ಇಲ್ಲ. ಯಾಕೆಂದ್ರೆ ಒಬ್ಬರಿಗೆ 1 hour ಟ್ರೀಟ್ ಮಾಡಿದ್ದಾರೆ. ಓಕೆ, ಅಲ್ಲ ಡಿಫ್ರೆಂಟ್ ಪಾರ್ಟ್ಸ್ ಅಲ್ಲಿ ಕಂಟಿನ್ಯೂಸ್ಲಿ ಯೂಸ್ ಮಾಡ್ಬೋದಾ ಅಂತ ಕೇಳ್ತಾ ಇದ್ದಾರೆ. 20 ಮಿನಿಟ್ಸ್ ಒನ್ ಪಾರ್ಟ್ 20 ಮಿನಿಟ್ಸ್ ಸಾಕು. ಇಮಿಡಿಯೇಟ್ ಆಗಿ ನೆಕ್ಸ್ಟ್ ಪಾರ್ಟ್ಗೆ ಇನ್ನೂ 20 ಮಿನಿಟ್ಸ್ ಯೂಸ್ ಮಾಡ್ಬೋದಾ ಅಂತ ಉಪಯೋಗಿಸ್ಬೋದು. ಓಕೆ, ಸೊ ಡೇವಿಡ್ ಸರ್ ಇಟ್ಸ್ ಕ್ಲಿಯರ್, ನೀವು ಯೂಸ್ ಮಾಡ್ಬೋದು. യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓരോ ഭാഗത്തും നമുക്ക് 20 മിനിറ്റ്സ് വെച്ച് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.